അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചായ കുടിച്ചിരിക്കല്ലേ? ഞങ്ങളും ചായ കുടിച്ചു. ചെറിയ പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിള്ളിട്ടപ്പം ഉണ്ടാക്കി ചായ കുടിച്ചു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ അവിടെ കഴിക്കാൻ വൈകിയായിരുന്നു. പിന്നെന്താ, അപ്പോൾ കമ്പനിയിൽ കണ്ടല്ലോ അല്ലേ, ബേബി ബോയ് ഓർ ഗേൾ. അപ്പോൾ ഏതാ ഇഷ്ടം? എന്തൊക്കെ മുഖത്ത് എക്സ്പ്രഷൻ കൂടുന്ന, അപ്പോൾ ബേബി ബോയ് ആണോ ഗേളാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏതായാലും അൽഹംദുലില്ലാ അങ്ങനത്തതൊന്നുമില്ല. എന്താ പറയുക, ഒരു ഇഷ്ടം കൂടുതൽ പെൺകുട്ടികളോട് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല കേട്ടോ വിചാരിക്കണേ. നമുക്ക് എന്തായാലും അൽഹംദുലില്ലാ കേടുപാടൊന്നും ഇല്ലാതെ കിട്ടിയാൽ മതി. പക്ഷേ ഞങ്ങൾ രണ്ടാളും, ഒരാണും ഒരു പെണ്ണുമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കൊരു ഏട്ടത്തിയോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒരു നല്ലതായിരുന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം പെൺകുട്ടീനെ, അപ്പോൾ കുക്കൂനൊരു കൂട്ടാവും. നമ്മൾ ഇല്ലാത്തൊരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയമാകുമ്പോൾ ഓൾക്കൊരു കൂട്ടാവുമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെയാണ് പെൺകുട്ടീനോടൊരു ഇഷ്ടം തോന്നുന്നത്. വേറെ എന്താ, കുട്ടൂന് ഏതാ ഇഷ്ടം? പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ഇഷ്ടം? ആൺകുട്ടി. കുക്കൂനാ? രണ്ടാളും ഇഷ്ടം. എന്നാലും കുറച്ചും കൂടെ കൂടുതൽ രണ്ടാളും ഇഷ്ടം. ഒക്കെ രണ്ടാളും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെന്താ, നാളെയാണ് പോകേണ്ടത് കാണിക്കാൻ. നാളെ 19-ാം തീയതി. കാണിക്കാനല്ല, ഒരു നാളെ സർജറി ഡേറ്റാണ് തന്നിരിക്കണത്. നാളെയും 27-ാം തീയതി. അപ്പോൾ പോയിട്ട് അവർ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ പോയിട്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഒരു ഡേറ്റ് കുറച്ചും കൂടെ നീളും. പക്ഷെ എനിക്കിപ്പോൾ ഒരാഴ്ചത്തോളമായിട്ട് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അഡ്മിറ്റ് ആക്കുമെന്ന് അറിയില്ല. എന്തായാലും നാളെ സാധനമൊന്നും കൊണ്ടുപോകണില്ല, നമ്മൾ കാണിക്കാൻ പോകുന്ന പോലെയാണ് പോണത്. പോയിട്ട് അഡ്മിറ്റ് ആക്കുവാണെങ്കിൽ ഒരു സാധനം കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവരെ സ്കൂൾ ബാഗിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അങ്ങനെയൊക്കെ പോകണം. വേറെ ഇപ്പം എന്താ, ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കുഴപ്പമൊന്നുമില്ല മുമ്പോട്ട് പോകാൻ. ഇപ്പം നാളെ അഡ്മിറ്റ് ആക്കുമെന്ന് അറിയില്ല. ഒരു ടെൻഷൻ ഉണ്ട്, നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. സർജറീൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. പിന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ. പിന്നെ വേറെന്താ പറയാനുള്ളത്, മക്കൾക്ക് മദ്രസ ഇതുവരെ 7:30 രണ്ടാൾക്കും 7:30. അപ്പം നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയാണ്, ശനിയാഴ്ച മുതൽ. ഇപ്പോൾ മോൾക്ക് 6:30ക്കും മോൾക്ക് 8 മണിക്കൊക്കെ ആയ സമയമൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ പോയാലും അവരെ കൊണ്ടാക്കാനും കാളും ഒക്കെ ഒരു ടെൻഷനാണ് കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ അതിൻ്റെ മുകളിൽ നടക്കുമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മക്കൾ അങ്ങോട്ട് പോയിട്ട് നടക്കാൻ പോയി, ഒരു ചായച്ചെടിയിലേക്ക് നടക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.